ജീവിതത്തിൽ അലക്ഷ്യമായിട്ട് ജീവിക്കുന്നവരെ, ഒരു ഉദ്ദേശവുമില്ലാതെ ജീവിക്കുന്ന, ജീവിതത്തിന് ഒരു എയിം അഥവാ ഉദ്ദേശ്യം, ഒരു ജീവിത വിജയം, അത് കണ്ട ഒരു ജീവിത വിജയത്തിൽ കൂടെ ജീവിക്കണം. ഒരു ഉദ്ദേശമില്ലാതെ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു തീർക്കണം എന്ന് കരുതുന്നവരെങ്ങും എത്തത്തില്ല. കാരണം അവരുടെ ഉള്ളിലെ നിലപാടുകളില്ല, അവരുടെ ഉള്ളിലെ കൃത്യനിഷ്ഠമായ വ്യവസ്ഥകളില്ല, വിചാരങ്ങളില്ല, ഒന്നുമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും കാലം കഴിച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമായി തീരണമെങ്കിൽ, 4 പേരുടെ മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മൾ ആര്, എന്ത് എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, എവിടെ ജനിച്ചു, എങ്ങനെ ജനിച്ചു, ഇതൊന്നുമല്ല പ്രശ്നം. നമ്മൾ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുന്നു, അതൊരു പ്രശ്നമാണ്. സമൂഹത്തിൽ ഒരു നല്ല വ്യക്തിയായിട്ട് ജീവിക്കുക, മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക, മറ്റുള്ളവർക്കും ഉതകുന്ന സഹായിയാകുന്ന ഒരു ജീവിത ശൈലിയായിരിക്കുക. അപ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. അല്ലാതെ നമ്മൾക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ എൻ്റേത് ഇങ്ങനെ മാത്രം നമ്മൾ ജീവിച്ച, നമ്മളെ സമൂഹത്തിൽ ആർക്കും നമ്മൾ ഉപകാരപ്പെടാതെ നമ്മൾ ജീവിച്ചാൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അത്രയേ ഉള്ളൂ. മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെട്ടൊക്കെ ജീവിക്കുന്നതല്ലേ, ചെറിയ രീതിയിലൊക്കെ ആയാലും. അപ്പോളെ അതൊക്കെയല്ലേ ജീവിതം മനോഹരമാക്കുന്നത്. നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. അവർ നമ്മളെ ഒരിക്കലും ചീറ്റ് ചെയ്യത്തില്ല. നല്ല ഫ്രണ്ട്സ് അവരൊന്നും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുമില്ല, എടുക്കുന്നുമില്ല. അവരൊരിക്കലും നമ്മളെ ചീറ്റ് ചെയ്യത്തുമില്ല. കാണുമ്പോൾ ഉള്ള നല്ല ആ ഫ്രണ്ട്ഷിപ്പ് മാത്രം, അത്രയേ ഉള്ളൂ. നമ്മളെ കാണാതെ വരുമ്പോൾ അവരൊന്ന് ഫോൺ ചെയ്യുമോ, അല്ലെ എന്താ വരാഞ്ഞേ. ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഞാൻ ഈ പാർക്കിൽ എന്നും പോകുന്നത് കാരണം എന്നെ ഒരു ദിവസം ഞാൻ ചെന്നില്ലെങ്കിൽ ആ ഫ്രണ്ട്സ് എന്നെ വിളിക്കും. എന്താ ലീലാജി വരാഞ്ഞേ, ലീലാജിയെ കണ്ടില്ലല്ലോ, ലീലാജി എന്താ വരാഞ്ഞേ, എന്തോ പറ്റിയെന്നും പറഞ്ഞ് അവർ വിളിക്കും. അതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ്. അവരൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിച്ച് ഞാൻ ചെന്നില്ലെങ്കിൽ അവർക്കെന്താ. പക്ഷേ അതല്ല, ഞാനും അങ്ങനെയാണ്. അവരെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ ചെന്നു, അവർ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കും. അതാണ് ഫ്രണ്ട്ഷിപ്പ്. അതെന്തുവാ, ഞാൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്തിലെ മലയാളി, ബാക്കി എല്ലാവരും ഇവിടുത്തുകാരാണ്. ചിലർ യുപിക്കാരാണ്, കൽക്കട്ടക്കാരാണ്, അതുകൊണ്ടൊക്കെ തന്നെ രാജസ്ഥാൻ, അങ്ങനെ പഞ്ചാബ്, അങ്ങനെ പല സ്റ്റേറ്റുകളിലുള്ളവരാണ് നോർത്ത് ഇന്ത്യയിൽ ഇവിടെ കഴിയുന്നവരൊക്കെ. പക്ഷേ എന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വിളിക്കും, എന്താ ലീലാജി ഇന്ന് വരാഞ്ഞേന്ന്, എന്തോ പറ്റിയത്. അതാണ്, അവർക്കൊന്നും എന്നിൽ നിന്നും വേണ്ട, ഒന്നും എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല. സ്നേഹം, ഫ്രണ്ട്ഷിപ്പ്.